ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഷഹബാസ് ആ ഒരു പേര് അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. കാരണം എല്ലാവരും ഒരുപാട് ചർച്ചയാക്കപ്പെട്ട ഒരു വിഷയമാണതെന്ന് പറയുന്നത്. 10ാം ക്ലാസ്സിലെ പരീക്ഷ പോലും എഴുതാൻ സമ്മതിക്കാതെ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായിട്ട് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയായിട്ടിരുന്ന ഒരുവൻ അവനെ കൃത്യമായിട്ട് 6 അടി മണ്ണിലേക്ക് പൂഴ്ത്തിയ ഈ പറയുന്ന കുറേയധികം അവൻ്റെ സഹപാഠികൾ, ആ സഹപാഠികളെ കൃത്യമായിട്ട് ജൂനിയർ ഹോമിലേക്ക് വിടുന്നു. അവരുടെ പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ എഴുതിപ്പിക്കുന്നു, പ്രത്യേക സജ്ജീകരണങ്ങളോട് കൂടി തന്നെ എഴുതിപ്പിക്കുന്നു, സൗകര്യങ്ങളോടുകൂടി തന്നെ. അതിനുശേഷം അവരുടെ മാർക്ക് തടഞ്ഞു വെക്കുന്നതുമായി ബന്ധപ്പെട്ട കുറേയധികം വാദങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ വീണ്ടും അതൊക്കെ തള്ളിക്കൊണ്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. അത് മാത്രമല്ല, അവർക്ക് ജാമ്യം അനുവദിക്കുന്നു. ഇനി അത് മാത്രമല്ല, ഇപ്പം സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് അവർ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കാണാം. ഇവിടെ പറ്റൂല. ഈ പാവപ്പെട്ട മക്കൾ എന്തിനാണ് ഇവിടെ ഇങ്ങനൊക്കെ സമരം ചെയ്യുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ മക്കൾ ഇന്ന് രാവിലെ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ? ഈ മക്കൾ ഓരോ കൂടപ്പറപ്പിന് വരുന്നില്ല, എല്ലാ കൂടപ്പറപ്പിനും വേണ്ടിയിട്ടാണ് ഈ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഓർമ്മയുണ്ടോ? ഇത് പറ്റൂല. ഞങ്ങൾ പറഞ്ഞു പറ്റൂല. ഇവിടെ പറ്റൂല. ഷഹബാസിനെ ഇല്ലാതാക്കിയ ആ കുട്ടികൾ അവരുടെ അഡ്മിഷൻ +1 അഡ്മിഷൻ എടുക്കാൻ വന്ന സ്കൂളിലെ ഈ പറയുന്ന മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും മറ്റ് സംഘടനകളും ചേർന്ന് പ്രതികരിക്കുന്നതാണിത്. അവരുടെ റെസ്പോൺസാണിതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രതികരണം കാണുന്ന സമയത്ത് ഒരു രക്ഷിതാവ് എന്ന നിലയിൽ, അതിലപ്പുറത്തേക്ക് 7-8 വർഷമായിട്ട് കുട്ടികളുമായിട്ട് നിരന്തരമായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഈ പറയുന്ന അധ്യാപിക എന്ന നിലയ്ക്ക് കൃത്യമായിട്ട് അവരുടെ ഓരോ വേവ് ലെങ്തും നമുക്ക് അളക്കാൻ പറ്റുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ, ഈ ടൈമിലെ ഒരു കുട്ടികൾ ഏത് തരത്തിൽ ചിന്തിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു 5 വർഷക്കാലത്ത് പോട്ടെ, ഒരു 2 വർഷക്കാലത്ത് ഇവിടുത്തെ ഇന്ത്യയിലെ മൊത്തത്തിനുള്ള ഈ പറയുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനൊരു ഉത്തരം കിട്ടും. എന്ത് തരത്തിലുള്ള കുറ്റങ്ങളിലേക്കൊക്കെ ഈ കുട്ടികൾ ചെന്ന് വീഴുന്നു. കഞ്ചാവ്, ലഹരി മരുന്നുകൾ, അതിലപ്പുറത്തേക്ക് പീഡനങ്ങൾ, കൊലപാതകങ്ങൾ, ഇതിലെല്ലാം കൃത്യമായി 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. ഇങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണം നമ്മുടെ നിയമത്തിനോട് യാതൊരു പേടിയുമില്ല. എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഒരു കൂസലും ഇല്ലാതെ അവിടുന്ന് പുല്ലുപോലെ ഇറങ്ങി വരാൻ പറ്റും. നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ എന്തും സാധിച്ചെടുക്കും എന്നൊരു വിശ്വാസത്തിലേക്കാണ് ഈ കുട്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണല്ലോ ഈ വർഷം കൂടുന്തോറും ഈ കണക്കുകൾ കൂടിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് തോന്നിപ്പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇവിടെ കുട്ടികളിലേക്ക് എത്തപ്പെടുന്നതെന്ന്. അതായത് ഈ കോപ്പിയടി എന്ന് പറയുന്ന ഒരു സംഭവം കുട്ടികൾ നടത്തുന്ന സമയത്ത് അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു. അവരെ ഡീബാർ ചെയ്യുന്നു വർഷങ്ങളിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോപ്പിയടി എന്ന് പറയുന്ന ഒരു കാര്യം, കുറ്റകൃത്യം, അതായത് കൊല ചെയ്യുക എന്ന് പറയുന്ന കുറ്റകൃത്യത്തിനെക്കാളും ഏറ്റവും ഈ പറയുന്ന മുകളിൽ കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമായിട്ടാണോ ഇവിടെ ഇന്ത്യയിൽ നമ്മൾ കണക്കിലെടുത്തുകൊണ്ടിരിക്കുന്നത്? അവരെ ഈ പറയുന്ന അവർക്ക് പഠിക്കാനുള്ള അവകാശം ഇല്ലാതാക്കുന്നു. അവരെ കൃത്യമായിട്ട് ചെയ്തത് കോപ്പി അടിച്ചത് തെറ്റാണെന്നുള്ള ഒരു ബോധം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന സമയത്ത് ഒരു കുഞ്ഞിന് ഒരു കൂസലും ഇല്ലാതെ സ്വന്തം സഹോദരനായി കൂടപ്പിറപ്പായി കാണേണ്ട കൂട്ടുകാരനെ തല്ലിക്കൊന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ഈ പറഞ്ഞ സമൂഹത്തിനോട് ആർത്ത് വിളിച്ചു പോകുന്ന വീഡിയോ അടക്കമുണ്ട്. ഇത്രയും ചെയ്ത ആൾക്കാർക്ക് ഇതുപോലുള്ള പരിരക്ഷയാണ് ഇവിടെ നൽകേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇത് കുട്ടികളിലേക്ക് എത്തപ്പെടുന്ന കാര്യമാണ്. കാരണം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് തന്നെ ഈ പറയുന്ന കുട്ടികൾ എന്തുമാത്രം കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഷഹബാസിനെ കൊന്നതിന് ശേഷം ഇവർ നടത്തിയ വോയിസ് ക്ലിപ്പ് എന്ന് പറയുന്നത്, ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആൾക്കൂട്ട മർദ്ദനം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, മധുവിന്റെ കേസ് എടുത്താൽ മതി കൃത്യമായിട്ട്. അപ്പം അവർ ഈ പറയുന്ന ഇങ്ങനെയുള്ള കേസുകളുടെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള
കുറ്റകൃത്യങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിന്റെ ലോ പോയിന്റ്സ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ, ആഫ്റ്റർ എഫക്ട്സ്, എല്ലാ കാര്യങ്ങളും ഇവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ആ നോക്കിയതിന്റെ ഫലം തന്നെയാണല്ലോ ആ ചർച്ച എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കൂട്ടുകാരനെ കൊന്നിട്ടും ദാണ്ടാ അവര് പുറത്തിറങ്ങി, അവർക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല, അവരിതാ പഠിക്കുന്നു, ഒരു വർഷം പോലും അവരിരുന്നില്ല, അവരുടെ ഒരു വർഷം പോലും പാഴായില്ല, അവർ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് കയറിയിരിക്കുവാണ്. ഈ ഒരു ചിന്താഗതി കുട്ടികളിലേക്ക് എത്തുന്ന സമയത്ത് ആരെയും കൊല്ലാൻ, ആരെയും ഉപദ്രവിക്കാൻ, എന്ത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും കുട്ടികൾ ഈ പറയുന്ന തരത്തിലേക്ക് ശ്രമിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ വരുള്ളൂ. കാരണം ഒരു തരത്തിലും പേടിയില്ലാതെ, ഇവിടെ ഒരു നിയമവും ഇല്ലെന്ന തരത്തിലുള്ള ചിന്താഗതി മാത്രമാണ് ഇതിലൂടെ കുട്ടികളിലേക്ക് എത്താൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ പറയുന്ന കുട്ടികളുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് തകിടം മറിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് കൂടി വരുന്നത്. സാധ്യത എന്നല്ല, 100% അങ്ങനെ പോകുള്ളൂ. കാരണം നമ്മൾ ഓരോ ദിവസവും കുട്ടികളായിട്ട് ഇടപഴകുന്ന സമയത്ത് അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളായാലും അവരുടെ പ്രവർത്തികളായാലും നമ്മൾ കണ്ട് ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇത് എവിടുന്ന് കിട്ടുന്നു, ഇത് എവിടുന്ന് പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു പിടിയില്ലാത്തൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവരിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അവർ കൃത്യമായിട്ട് എല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള കാര്യങ്ങൾ അവർ ആഴത്തിൽ പഠിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. നാളെ എൻ്റെ കൂട്ടുകാരനെ കാരണത്തിട്ടൊന്നും അടിച്ചു കഴിഞ്ഞാലും എന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഞാൻ കൃത്യമായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. ഇതാണോ നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് എന്ന് പറയുന്നത്? ഇതാണോ ഇവിടെ സംഭവിക്കേണ്ടതെന്ന് പറയുന്നത്? ആ കുഞ്ഞിനെ കൃത്യമായിട്ട് 10-15 വർഷം വളർത്തി പോറ്റി ആ കുഞ്ഞിനെ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാവുന്ന സമയത്ത് ആ മാതാപിതാക്കൾക്കുണ്ടാവുന്ന ഒരു വേദനയുണ്ട്. അവർ ജീവിതകാല അവസാനം വരെ അനുഭവിക്കേണ്ട ഒരു വേദനയുണ്ട്. എപ്പോഴും നമ്മൾ കണക്കാക്കപ്പെടുന്ന, പറയപ്പെടുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കൾ ജീവനോട് ഇരിക്കുന്ന അവസ്ഥയിൽ അവരുടെ മക്കൾ മരണപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. അതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് ഓരോ മാതാപിതാക്കളും പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും അവരുടെ പ്രാർത്ഥന അത് തന്നെയായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യമെങ്കിലും, ഒരു മാനുഷിക മൂല്യമെങ്കിലും പരിഗണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ മാതാപിതാക്കൾക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു നീതിയുണ്ട്. ഈ നീതി എവിടെ പോയി എന്നുള്ളതാണ് ചിന്ത വരുന്നതെന്ന് പറയുന്നത്. കാരണം അവർക്ക് അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, അവന് ജീവിക്കാനുള്ള അവസരമില്ലാതായി, അവന്റെ സ്വാതന്ത്ര്യത്തെ ആരൊക്കെയോ വലിച്ചു കീറി, എന്നിട്ട് ഇതൊക്കെ ചെയ്ത കുറ്റവാളികളായിട്ടുള്ള ആരുടെയൊക്കെയോ പ്രബലന്മാരായിട്ടുള്ള മക്കള് ഒരു കൂസലുമില്ലാതെ ഈ ജുവനൈൽ ഹോമിൽ നിന്ന് ഇറങ്ങുന്നു. കൃത്യമായിട്ട് അവർ പരീക്ഷ എഴുതിയതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു, അവർക്ക് സ്കൂളിൽ കൃത്യസമയത്ത് അഡ്മിഷൻ കിട്ടുന്നു. എനിക്ക് അതിനേക്കാളും ഭയങ്കരമായിട്ട് തോന്നിപ്പോയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ എത്രയോ കുട്ടികൾക്ക് ഇപ്പോഴും +1 അഡ്മിഷൻ കിട്ടാതെ സ്കൂളുകൾ കറക്റ്റ് ആവാതെ നിൽക്കുന്ന കുട്ടികളുണ്ട്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത് ഇവർക്കൊക്കെ പെട്ടെന്ന് തന്നെ അഡ്മിഷനും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയി പോകുന്നു. അപ്പം ഇവിടെ എന്ത് തരത്തിലുള്ള നീതിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എന്ത് തരത്തിലുള്ള അവസര സമത്വമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, എന്ത് ഇക്വാളിറ്റിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. അതായത് തെറ്റ് ചെയ്യുന്നതും തെറ്റ് പെടാത്തവനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതോ ഈ പറയുന്ന പൈസ എന്ന് പറയുന്ന, പണം എന്ന് പറയുന്ന ഒരു കാര്യം വെച്ച് തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ കണക്കാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പിടിപാടുള്ളവൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈസി ആയിട്ട് ഊരിപ്പോവാം, പാവപ്പെട്ടവൻ തെറ്റ് ചെയ്തില്ലെങ്കിലും അകത്ത് കിടക്കേണ്ടി വരും എന്ന സിറ്റുവേഷനിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും തെളിവുകളാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. പക്ഷെ എപ്പോഴും മാനുഷിക മൂല്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കൃത്യമായി തെളിവുകളുടെ കാര്യങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്ന എന്തെങ്കിലും ഈ പറയുന്ന ഒരു വർഷത്തേക്കെങ്കിലും, അങ്ങനെ മറ്റൊരു തരത്തിലേക്ക് പറയുമല്ല, ഒരു വർഷമായിട്ട് ചെറുതാക്കി പറയുന്നതല്ല, പക്ഷെ അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ. ഞങ്ങളുടെ മകൻ ഇപ്പം പഠിക്കേണ്ട സിറ്റുവേഷനാണ്, ആ സിറ്റുവേഷനിൽ അവന് ഒരു കൂസലും ഇല്ലാതെ കൊന്നു തള്ളിയവന്മാരെ അതേ സിറ്റുവേഷനിൽ പഠിക്കാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന വേദനയും, ഒരു വർഷക്കാലത്തേക്കെങ്കിലും അവരുടെ വിദ്യാഭ്യാസം തടഞ്ഞു വെക്കുന്ന സമയത്ത് അതിലെന്താണ് ഈ പറയുന്ന സ്വാതന്ത്ര്യമില്ലാതാക്കലോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലോ കുറ്റകരമായിട്ട് മാറുവാണെങ്കിൽ ഒരു ജീവിക്കാനുള്ള ഒരു ജീവന്റെ അവകാശത്തെ ഇല്ലാതാക്കൽ ഇവിടെ കുറ്റകരമല്ലേ? അപ്പൊ എന്ത് തരത്തിലുള്ള ഈ ഒരു ത്രാസിന്റെ ഒരു നീതി എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ശരിക്കുള്ള നീതി എന്ന് മനസ്സിലാവാതെ പോവാണ്. ഒരു കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞാൽ അതിന് ഒരു തരത്തിലുള്ള വാല്യൂവും കൽപ്പിക്കുന്നില്ല. അതേസമയം ഈ പറയുന്ന കണക്ക് കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊന്ന് കൃത്യമായിട്ട് ചോര കുടിച്ച് ഊറ്റി വളർന്നവന്മാർക്ക് കൃത്യമായിട്ട് പഠിക്കാനും അവന്മാർക്ക് സുഖമായിട്ട് ജീവിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതാണോ നമ്മുടെ മൂല്യം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്? അതിലേക്കാണോ കുട്ടികളെ കൊണ്ട് എത്തിക്കേണ്ടതെന്ന് പറയുന്നത്? ഇത് വലിയവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്നതിലപ്പുറത്തേക്ക് ഇത് കുട്ടികളിലേക്ക് എത്തിക്കുന്ന മെസ്സേജ് തന്നെയാണ്. കാരണം ഇത് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കണ്ട സമയത്ത്, ഈ ആൾക്കാരുടെ പ്രതികരണം കണ്ട സമയത്ത്, ചില സമയങ്ങളിലെങ്കിലും ഈ നീതി കിട്ടാതെ പോകുന്ന സമയത്ത് ജനങ്ങൾ ഭയങ്കര രോക്ഷാകുലരായിട്ട് അവർ അത് നടപ്പിലാക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം എന്നൊക്കെ പറയത്തില്ലേ, അതിലൊന്നായിട്ട് തന്നെയാണ് എനിക്കിത് തോന്നിയതെന്ന് പറയുന്നത്. കാരണം
എവിടെയോ എന്തൊക്കെയോ തോൽക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, എവിടെയൊക്കെ നീതി മാഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു, എവിടെയൊക്കെ സത്യം ഈ പറഞ്ഞ തോറ്റുപൊയ്ക്കൊണ്ടിരിക്കുന്നു, കുതന്ത്രങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ കുട്ടികൾക്ക് സ്നേഹമുണ്ട് ഇല്ല എന്നുള്ള തരത്തിലല്ല, നമുക്കും കുട്ടികളുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്ന അവർക്കും സ്നേഹമുണ്ട്. പക്ഷെ ഇതുപോലുള്ള പ്രവൃത്തി ചെയ്യുന്ന കുട്ടികൾ സ്വന്തം മക്കളായി കഴിഞ്ഞാൽ പോലും തള്ളി പറയേണ്ടത് തന്നെയാണ്. അതിലപ്പുറത്തേക്ക് അയ്യോ അവന് 15 വയസ്സല്ലേ ഉള്ളൂ, അവൻ ഈ പറയുന്ന കണക്ക് ഇല്ലാ പിള്ളയല്ലേ, ഇങ്ങനൊന്നും പറയാനായിട്ട് നമുക്ക് തോന്നില്ല. തെറ്റ് ചെയ്യുന്നത് ഏതൊരുവനായാലും നമ്മുടെ കുഞ്ഞായാലും അത് തെറ്റ് എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒഴിവുകഴിവുകൾ കണ്ടെത്തി അത് പരിശീലിപ്പിച്ച് കൊടുക്കുന്നവർ ആരാണോ ആ കുട്ടികളാണ് ഈ ഭൂമിയിൽ ഏറ്റവും പാഴായി തീരുന്നതെന്ന് പറയുന്നത്. എന്താണ് തെറ്റ് ശരിയെന്ന് കൃത്യമായി പഠിപ്പിക്കേണ്ടത് വീടുകളിൽ നിന്നാണ് ആദ്യ ക്ലാസ് തുടങ്ങേണ്ടത്. രണ്ടാമതാണ് സ്കൂളിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത്. ഇന്ന് പണ്ടത്തെ അപേക്ഷിച്ച് സ്കൂളുകളിൽ അത്രത്തോളം എത്ര ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, എത്ര അധ്യാപകർ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഇടപഴകുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുള്ളൊരു കാര്യമാണ്. പക്ഷെ പണ്ടൊക്കെ നമുക്ക് അങ്ങനല്ല, നമുക്ക് ഒരുപാട് മൂല്യങ്ങളും ബാക്കി കാര്യങ്ങളും നമ്മുടെ അധ്യാപകർ പകർന്ന് തരുന്നുണ്ടായിരുന്നു, വീടുകളിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇന്നാകുമ്പം രക്ഷിതാക്കൾക്ക് 2 പേർക്കും ഈ പറഞ്ഞ ജോലിയുണ്ട്, അവർ വല്ലപ്പോഴും കണ്ടുമുട്ടുന്നത് പോലും വല്ലപ്പോഴും. കാരണം ഈ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഷിഫ്റ്റ് അങ്ങനെയുള്ള കാര്യം, ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ ഭാര്യയില്ല, ഭാര്യ എത്തുമ്പോൾ ഭർത്താവില്ല, ചിലപ്പോൾ ജോലിക്കാരിയായിരിക്കും നിൽക്കുന്നത്, മക്കളെ നോക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ബോർഡിങ്ങിലായിരിക്കും, ഇങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ചിലരാണെങ്കിൽ ഈ പറഞ്ഞ ടെൻഷൻ, കടം ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് തമ്മിൽ സംസാരിക്കാറില്ല. മക്കൾ എവിടെയെങ്കിലും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്നു, ഒരു മൂലയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു. അവർക്ക് ബന്ധങ്ങളുടെ വില അറിയത്തില്ല, ഒന്നിനെക്കുറിച്ചും ഒന്നും അറിയത്തില്ല, അവർക്ക് കൃത്യമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നു. ഇത് മാത്രമായി ശീലിക്കുന്ന കുട്ടികളും തെറ്റായ വഴിയിലേക്ക് പോകാനുള്ള സാധ്യത 90% കൂടുതലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള വളർത്തലാണ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ തലമുറ എന്ന് പറയുന്നത് വഴി പിഴച്ചു പോകുന്നതിൽ 100 അല്ല 150% ഉറപ്പായിട്ടൊരു കാര്യമാണ്. നമ്മുടെ വരും തലമുറ എന്ന് പറയുന്നത് തല്ലി മറിച്ച് ഈ പറയുന്ന സ്വന്തം അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ ഗുരുക്കന്മാർക്കോ ഇനി മുതിർന്ന ആർക്കും തന്നെ ഒരു വില കൊടുക്കാത്ത ആ ഗതിയിലേക്ക് പോവുകയും ഈ പറയുന്ന അവരുടെ കൈകൊണ്ട് തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പോലും അതിൽ വലിയ യാദൃശ്ചികമായിട്ട് അതൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം ഇതാണ് അവർ കണ്ടുപഠിക്കുന്നത്, ഇതാണ് അവരിലേക്ക് എത്തുന്ന മെസ്സേജ് എങ്കിൽ അവർക്ക് ആരെയും കൊല്ലാനുള്ള ധൈര്യം ഉണ്ടാവും, അവർക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവും, അവരെ ആരും ഈ പറയുന്ന ഒന്നും ചെയ്യില്ല എന്ന ധാരണ അവരിലേക്ക് അടിയുറക്കപ്പെട്ടു പോവുകയും ചെയ്യും.